നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു ഇവർ വിഷം കഴിച്ചത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയില്ലാത്ത ദിവസം വളരെ കുറവാണ്. അല്ലാഹു തന്ന ആയുസ്, ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ. പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അല്ലാഹു തന്ന ആയുസ് എവനെങ്കിലും കുറച്ച് പൈസ മൂട്ടിച്ച് പറ്റിച്ചുകൊണ്ട് പോയപ്പോ അതിന്റെ പേര് കളയാനുള്ളതാണോ ആയുസ്? അല്ല. ഒരു പരീക്ഷ തോറ്റന്റെ പേര് കളയാനുള്ളതാ? പറ. അല്ല. ഏത് പരീക്ഷണം വന്നാലും മരണത്തെ കുറിച്ച് ചിന്തിക്കല്ലേ, മരണത്തെ ആഗ്രഹിക്കല്ലേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ. അല്ലാഹുവിന്റെ ദീനപടംന്ന് പറയുകയാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിക്കൂ, അല്ലാഹു കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് സിറാജിന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, കടമില്ലാത്തവരില്ല, രോഗമില്ലാത്തവരില്ല, ദുഃഖമില്ലാത്തവരില്ല, പ്രയാസമില്ലാത്തവരില്ല, സമാധാനമില്ലാത്തവർ വളരെ കുറവാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല. അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വില എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ആയുസിന്റെ മഹത്വം എന്തെന്നറിയുമോ? അത് തൊലച്ച് കളയാനല്ല. പടച്ചവനെ, പലരും ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അതാ ആത്മഹത്യാ മുനമ്പിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശ്വാസതമായി വീണുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പത്രമാധ്യമങ്ങളിലൂടെ നാം ഇന്ന് കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും യുവാക്കളുമെല്ലാം അവരുടെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നാം ഇങ്ങനെ വല്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അല്ലാഹു തന്ന ആയുസ്, ആ ആയുസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നാം സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകത്ത് വല്ലാതെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലേക്ക് ആത്മഹത്യ വല്ലാതെ. പണ്ട് ആത്മഹത്യ ചെയ്യുന്നത് വലിയൊരു പാവമായി കണ്ടിരുന്നൊരു കാലം. അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പണ്ടുള്ള തലമുറയ്ക്ക് അറിയാമായിരുന്നു. പുതിയ തലമുറ അത് മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു, എല്ലാം ഇതോടുകൂടി തീർന്നു പോകുമെന്നുള്ള ഇന്നത്തെ തലമുറയുടെ ഒരു വിചാരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ, ഈ തെറ്റുകൾ ചെയ്യുന്നത് അധികരിപ്പിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ അതോടുകൂടി ആത്മഹത്യ കൊണ്ട് പരിഹാരം കാണുന്നവര്, ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തന്നിരിക്കുന്ന സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ആ പലരും ഇതൊക്കെ ചെയ്യുന്നത് ആത്മഹത്യ. തീവ്രമായ വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പലരും ആത്മഹത്യ കാണുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ബാധ്യതകളോ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന് പരിഹാരമായി, ഇതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മഹത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ ഇത്? ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ ജീവിതത്തിലെ പ്രയാസം മാറുമെന്നാ തോന്നുന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. എന്നാൽ ആത്മഹത്യ പ്രശ്നങ്ങൾക്കൊരിക്കലും പരിഹാരമല്ല. പ്രശ്നങ്ങളെ ധീരമായി നേരിടുന്നതിന് പകരം വീരുവിനെ പോലെ ഒരു കയറിലോ ഒരു വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ അല്പം മരുന്നടിക്കലോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അല്ലാഹു തന്ന ഈ ആയുസ് അത് ഒളിച്ചോട്ടമെന്നാണ് അതിന് പറയുക. അത് വലിയൊരു ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യയിൽ നിന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുക?
എങ്ങനെയാണ് നമുക്ക് ആ ആത്മഹത്യാ പ്രേരണ ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുക? അറിവുള്ളവരും അറിവില്ലാത്തവരും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അല്ലാതെ ഒരു ദിവസം പത്രമെടുത്ത് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. പത്രങ്ങളിൽ അത് കാണാം, ചരമ പേജ് എടുത്ത് നോക്കുമ്പോൾ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോ മുസ്ലിം സമുദായത്തിലും, കാരണം ഇസ്ലാം പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഖുർആൻ ആയത്തുകളും ഹദീസുകളും എത്രയോ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം മുസ്ലിം സമുദായത്തിലേക്കും ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളേണ്ടവൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധിയായാലും മനക്കരുത്തും ധൈര്യവും അവന്റെ ഈമാനും ഉറപ്പിക്കേണ്ട സമയത്ത് അവന് പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് നാം ചികിത്സിക്കേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവർക്ക് ഇസ്ലാം എന്താണ് പ്രതിസന്ധിയിൽ ചെയ്യേണ്ടതെന്താ? എത്രയോ ചരിത്രങ്ങൾ, എത്രയോ വലിയ പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നവരുടെ ചരിത്രങ്ങൾ, ഹദീസുകൾ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആത്മഹത്യാ ചിന്തയുമായിട്ട് നടക്കുന്നവർ, ഞാൻ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ, മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്ന മനുഷ്യ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എന്താണ് പറയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീൻ എവിടെന്ന് പഠിപ്പിക്കുകയാ. ഇങ്ങനെ മനസ്സിൽ ചിന്തയുമായി നടക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മാർഗദർശനം എന്താണ്? ഒന്നാമതായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവും മാനവ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ ലക്ഷ്യം മറന്നുപോയി. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് പടച്ചവനെ? 40, 50, 60 വർഷക്കാലം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് പടച്ചവനെ ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്നത് എന്ന് നമ്മളിൽ പലരും മറന്നു പോവുകയാണ്. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത്. ഈ നശ്വരമായ ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണമൊരു പ്രശ്നമല്ലല്ലോ. ഈ ദുനിയാവിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും യാതൊരു പ്രയാസവും അതൊന്നും യാതൊരു പ്രശ്നവുമല്ല. കാരണം ഈ ദുനിയാവിലെ ജീവിതം പടച്ചവനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലല്ലോ. പടച്ചവനെ, ദുനിയാവെന്ന് പറയുന്നത് ഇത് നിസാരമാണ്. നമ്മളൊക്കെ ആരെന്നറിയുമോ? ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ജീവിതത്തിൽ കടം വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ദീനവടം പറഞ്ഞു തരികയാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിന്റെ ജീവിതം നിസാരമാണ്. ഈ ദുനിയാവിലെ ജീവിതം അത് നിസാരമാണ്. എങ്കിലും ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്നെന്നറിയുമോ? മരണത്തിന് ശേഷമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളും ഒരു വാഹനം
കാത്തു നിൽക്കുകയാണ്. ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് വർഷം, അത് 20 ആകാം, 30 ആകാം, 40, 50, 60 വർഷക്കാലമാകാം നമ്മളൊരു വാഹനം കാത്തിരിക്കുകയാണ്. റോഡിന്റെ സൈഡിൽ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വാഹനം കാത്തു നിൽക്കുകയാ. ഏത് വാഹനമെന്നറിയുമോ? അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പായിപ്പാട് പള്ളിയുടെ ഏതോ ഭാഗത്തിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം, അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ. ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ. അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത്, മരണത്തോടുകൂടി ജീവിതം തീരുകയല്ല. അതും മറ്റുള്ളവർക്കാണ്, അത് മറ്റുള്ളവരുടെ വിശ്വാസമാണ്. എങ്കിൽ അല്ലാഹുവേ, ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത്, മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാ, അല്ലാതെ ജീവിതം അവസാനിക്കുകയല്ല. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ്. ഒരാള് ഖബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ, ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ്. പിന്നെ മരണമില്ലല്ലോ, ഒരവസാനവുമില്ലല്ലോ. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, യഥാർത്ഥ ജീവിതം മരണത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.